പരിശുദ്ധമായ അവൻ്റെ ഭവനത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സർവ്വവിധ പാപങ്ങളും എല്ലാ ന്യൂനതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ശിഷ്ടജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, വിശിഷ്യ നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന വേണ്ടപ്പെട്ടവർ, ലോക മുഅ്മിനീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരുമിക്കുവാൻ നമുക്കും അവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിക്കുന്നത്രയും കാലം ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പരിപൂർണമായി അംഗീകരിച്ച് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുന്നവരൊക്കെ ഒന്നല്പം അടുത്തിരുന്നോളി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന് ഈ ഭൗതികമായ ലോകം ഒരു താൽക്കാലിക ഇടമാണ്, ഒരു വിശ്രമ സ്ഥലമാണ്. കാലാകാലമായ ജീവിതത്തിൻ്റെ വിളനിലമോ സ്ഥലമോ അല്ല ഈ ഭൗതികമായ ലോകം. മനുഷ്യൻ്റെ ആരംഭം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ലോകത്ത് വന്നുപോയ കോടാനുകോടി മനുഷ്യർ, എണ്ണമറ്റ മനുഷ്യർ, അവരാരും ഈ ലോകത്ത് സുസ്ഥിരമായി ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അവർ അധികാരങ്ങളോ സമ്പന്നരോ കുടുംബമഹിമയോ ഒക്കെ ഉള്ളവരായിരുന്നെങ്കിൽ പോലും ഈ ലോകത്ത് നിന്ന് അവർ വിട പറയേണ്ടി വന്നു. എത്രയോ വലിയ അധികാരികൾ, ലോകം മുഴുവനും ഭരിച്ചവർ പോലും, വിശിഷ്യ ലോകത്തിൻ്റെ മുഴുവൻ ഭരണവും ഉണ്ടായിരുന്ന രാജാക്കന്മാർ വരെയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോയ സംഭവമാണ് നമുക്ക് കാണുന്നത്. ഒരാളും ഈ ലോകത്ത് അവശേഷിക്കുകയില്ല. ആരെങ്കിലും അവശേഷിക്കുമായിരുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ ലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ആർക്കെങ്കിലും വേണ്ടി ഈ ദുനിയാവ് ശേഷിക്കുമായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് സ്ഥിരമായിരുന്നേനെ എന്ന് ഒരു അറബി കവി പറഞ്ഞതുപോലെ, പ്രവാചകനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവന് ഭൗതിക ജീവിതം ഒരു ഇടത്താവളമാണ്, ഒരു വിശ്രമ സ്ഥലമാണ്. അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരു യാത്രക്കാരനെ പോലെ ആയിരിക്കണം എന്നാണ് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിറു സബീലിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, താങ്കൾ ഈ ദുന്യാവിൽ ഒരു പ്രവാസിയെ പോലെ, ഒരു വിദേശിയെ പോലെ താങ്കൾ കഴിയണം. പ്രവാസി എന്നുള്ളത് നമുക്കറിയാം. പ്രവാസ ലോകത്ത്, ഗൾഫ് ലോകത്ത് ജീവിക്കുന്നവർ, അവർക്കവിടെ കുടുംബക്കാരോ സ്ഥിരമായ ഒരു താമസ സൗകര്യമോ ഒന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ അന്നം തേടുന്നതിന് വേണ്ടി അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. അവരവിടെ ജീവിക്കുമ്പോൾ അവർ ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, അവർ ഭക്ഷിക്കുന്നു. എന്നാൽ ഒരു പരിധി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങേണ്ടവരാണ്.
ആ ഒരു പ്രവാസിയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത്. ഇവിടെ അള്ളാഹു നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നിന്നും നമ്മൾ നേടിയതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് യാത്രയാകേണ്ടവരാണ്. അല്ലെങ്കിൽ ആബിറു സബീലിൻ ഒരു വഴിയാത്രികനാണ് നമ്മൾ. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ആ യാത്രയിലുള്ള ഇടത്താവളം, അല്പസമയം വിശ്രമിക്കാൻ എടുക്കുന്ന ഇടത്താവളമാണ് നമുക്ക് ഈ ഭൗതിക ദുന്യാവ്, ഈ ഭൗതിക ലോകം. ഇവിടെ ഒരു വിശ്വാസി അവൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണത്തെ നിങ്ങൾ അധികമായി ഓർക്കുക, അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരണം എന്ന് പറയുന്നത് സർവ്വരസങ്ങളെയും ഇല്ലാതാക്കിക്കളയും, സർവ്വ സുഖങ്ങളെയും അതില്ലാതാക്കിക്കളയും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സുഖം, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സുഖം, കുടുംബപരമായിട്ട് നമുക്ക് കിട്ടുന്ന അനുഭൂതികൾ, നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇല്ലാതാക്കിക്കളയും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ മതിമറക്കുകയാണ്. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ, ഭൗതിക ലോകത്ത് ചെയ്തു തന്ന അനുഗ്രഹത്തെ നമ്മൾ മതിമറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും ഇനി വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുമുള്ള ഓർമ്മ, ആ ഒരു ഭയം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുക. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത, സർവരസങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെ നിങ്ങൾ അധികമായി ഓർക്കുക. ഫഇന്നഹു ദക്കറഹു അഹദുൻ ഫീ ലീഖിൻ, ആരെങ്കിലും ആ മരണത്തെ തനിക്ക് പ്രയാസമുള്ള, വിഷമമുള്ള ഒരു ഘട്ടത്തിൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ, ഇല്ല വസ്സഅഹു, അവന് ജീവിതം വിശാലമുള്ളതായി തോന്നും. ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ടാകുന്നു. കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മാനസിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഹൃദയം ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ, അവൻ ഈ ലോകത്തുള്ള ജീവിതം വെറുത്തു തുടങ്ങുന്ന അവസ്ഥയിൽ, അവന് മടുത്തു, ഇനി ജീവിക്കേണ്ട, ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ആകെ തളർന്ന്, അവൻ്റെ ഹൃദയം വിങ്ങി ഇടുങ്ങി ഇരിക്കുന്ന ആ മനോ അവസ്ഥയിൽ അവൻ മരണത്തെക്കുറിച്ച് ഓർത്താൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചാൽ, അവന് ഈ ദുന്യാവ് വിശാലമായി അവന് തോന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ദക്കറഹു ഫീ സഅത്തിൻ ഇല്ലാ ലയ്യഖഹാ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തനിക്ക് ഭയങ്കരമായ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചാൽ, അവനിക്കിതെല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടതാണല്ലോ, ഈ സർവ്വ സുഖങ്ങളും ഞാൻ ഇട്ടെറിഞ്ഞ് പോകേണ്ടതാണല്ലോ, ഞാൻ ഒറ്റയ്ക്ക് യാത്രയാകേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത ഒരുവനിലുണ്ടായാൽ അവൻ ഈ ഭൗതികമായ ജീവിതം ഒരിടുക്കമായി തോന്നും. അവൻ ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും സുഖങ്ങളല്ല, രസങ്ങളൊന്നും രസങ്ങളല്ല എന്ന് അവന് തോന്നിപ്പോകുമെന്ന് റസൂലുള്ളാഹി, അവന് അനുഭവപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മരിക്കാൻ വേണ്ടി ആണ് നമ്മളെ മരണത്തിന് ശേഷമുള്ള ജീവിതം തയ്യാറാക്കിയെടുക്കാൻ, മരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൗതികമായ ലോകത്ത് നിശ്ചയിക്കപ്പെടാത്ത ആയുസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് മരണം അതിനുവേണ്ടി തയ്യാറാകുക എന്നുള്ളത് ബുദ്ധിയില്ലാത്ത യാഥാസ്ഥികന്മാരുടെ പരിപാടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ചിന്തയാണെന്നോ ഇന്ന് നമുക്ക് തോന്നേണ്ടതുമില്ല. അങ്ങനെ വാദിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ടതുമില്ല. കാരണം മരണത്തിന് ശേഷമുള്ള അനന്തമായൊരു ജീവിതം നമുക്കുണ്ട്. ഇവിടെ ആരും ഇത്ര വർഷം ജീവിച്ചു കൊള്ളാം എന്ന് ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കരാറൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഇന്ന ആൾക്ക് 60 വർഷം അല്ലെങ്കിൽ 80 വർഷം 100 വർഷം നിങ്ങൾക്ക് ഞാൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ അവസരം നൽകിക്കൊള്ളാമെന്ന് അല്ലാഹു ആർക്കും കരാർ കൊടുത്തിട്ടില്ല. മരണം ഏതു സമയം നമ്മെ പിടിപെടും. അതുകൊണ്ട് ബുദ്ധിമാനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനെ പറ്റിയാണ്. ബുദ്ധിമാൻ എന്ന് പറയുന്നത്, നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിച്ച, വലിയ വലിയ സ്ഥാനമാനങ്ങൾ, ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ
വിദ്യാഭ്യാസങ്ങൾ കീഴടക്കിയ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ബുദ്ധിമാന്മാരെന്ന് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു സഹാബി എണ്ണീറ്റിരുന്നു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മൻ അഖിയസുന്നാസ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിക്കുകയുണ്ടായി. വഅഹ്സമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ളവൻ ആരാണെന്ന് പ്രവാചകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, മരണത്തെ കൂടുതലായി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കൂടുതലായി തയ്യാറാകുകയും ചെയ്യുന്നവനാണ്. ഉലൈകൽ അഖിയാസ്, അക്കൂട്ടരത്രേ യഥാർത്ഥ ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദഹബു ബിശറഫിദ് ദുനിയ വകറാമത്തിൽ ആഖിറ, അവർ ദുനിയാവിൻ്റെ പദവിയും ആഖിറത്തിന്റെ ശ്രേഷ്ഠതയും അവർ കരസ്ഥമാക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിൻ, എത്രയോ സമ്പന്നരായ ആൾക്കാർ ഈ ലോകത്ത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചു പോയിട്ടുണ്ട്. എത്രയോ വിദ്യാഭ്യാസമുള്ളവർ ജീവിച്ചു പോയിട്ടുണ്ട്. എത്രയോ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവർ നമ്മുടെ നാട്ടിൽ ജീവിച്ചു, നമ്മൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത നിർഭാഗ്യവാന്മാരിൽ അവർ പെട്ടുപോയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അവർ മരിക്കുന്നതോടുകൂടി അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും നിലച്ചുപോയി. ഇനി അവർക്കൊന്നും നേടാനില്ല ഈ ലോകത്ത്, അവർക്ക് ആഖിറത്തിൽ ഒന്നും ലഭിക്കാനുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ഉപദേശകൻ, ഏറ്റവും വലിയൊരു ഉപദേശം നമുക്കിനിയില്ല. മരണമാണ്. ഒരാളിപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം മരിക്കും, അടുത്ത സമയത്ത് മരിക്കും എന്ന് എനിക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലും നേടാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല, എൻ്റെ മനസ്സ് അതിനെക്കുറിച്ച് തേടുകയില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല ഉപദേശകൻ, ഏറ്റവും നല്ല ഉപദേശം മരണമാണ്. കഫാ ബിൽ മൗതി വാഇള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, അക്സിറു ദിക്റൽ മൗത്ത്, മരണത്തെ നിങ്ങൾ കൂടുതലായി ചിന്തിക്കണേ, ആലോചിക്കണേ. ഫമാ മിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി ഇല്ലാ അഹ്യല്ലാഹു ഖൽബഹു, നിർജീവമായി കിടക്കുന്ന, പാപം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന, പാപത്താൽ കറപിടിച്ച് കറുത്തുപോയ അവൻ്റെ ഹൃദയത്തെ സജീവമാക്കാൻ, ഈമാനികമായ ആർജവം ഹൃദയത്തിൽ കൊണ്ടുവരാൻ, ഈമാനികമായ പ്രകാശം ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചുമുള്ള തഖ്വയും പേടിയും ഭയവും അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ അവൻ ഏറ്റവും നല്ലത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇല്ലാ അഹ്യല്ലാഹു ഖൽബഹു വഹവ്വന അലൈഹിൽ മൗത, മരണസമയം അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു കടുത്ത ഹൃദയകാരൻ, അവൻ്റെ ഹൃദയം കടുത്തുപോയി, പാപം ചെയ്ത് കടുത്തുപോയി, അവൻ്റെ ഹൃദയം ഇനി മയമാക്കിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ വന്ന്, സഹാബി സ്ത്രീ വന്ന് ചോദിച്ചു, ആവലാതി പറഞ്ഞു, എൻ്റെ ഹൃദയകാഠിന്യതയ്ക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അവരോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അക്സിരി ദിക്റൽ മൗത്ത് യറുഖു ഖൽബകി, മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കിൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്കിൻ, നിന്റെ ഹൃദയം മയമാകും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ മരണപ്പെട്ടവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അവരുടെ ഖബറുകൾ സന്ദർശിക്കുവാനും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അതേപോലെ രോഗികളെ സന്ദർശിക്കുക, ജനാസ ശുശ്രൂഷ നടത്തുക, ജനാസ കുളിപ്പിക്കുക, മയ്യത്ത് നമസ്കരിപ്പിക്കുക, ആ ജനാസയെ കഫം പൊതിഞ്ഞ് അതിനെ ഖബറടക്കം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ആഖിറത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഖബറിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അതിൽ താല്പര്യം കാണിക്കണമേ എന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഖബർ സന്ദർശനം പോലും
മരണത്തെയും പരലോകത്തെയും സ്മരിക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഖബർ സന്ദർശനമല്ല. ലൈറ്റുമിട്ട് വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള ലൈറ്റുകൾ അലങ്കരിച്ച് DJ ഗാനങ്ങളൊക്കെ വെച്ച് ആട്ടും പാട്ടും തുള്ളവും ഡാൻസും അന്യ സ്ത്രീയും പുരുഷനും കൂടിക്കലർന്നുകൊണ്ടിട്ടുള്ള ഖബർ സന്ദർശനവും അക്ബർ സന്ദർശനവുമല്ല. നമ്മൾ ഇറങ്ങണം, ആ ഖബറിൻ്റെ അരികിലേക്ക് പോകണം, അവിടെ നിൽക്കണം. എന്നിട്ടൊന്ന് ആലോചിക്കണം, ആ കിടക്കുന്നത് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ മക്കളാണ്. നാളെ ഞാനും കിടക്കേണ്ട സ്ഥലമാണിത്. എൻ്റെ ഉപ്പയ്ക്ക് സമ്പത്തുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, ചാലയിൽ എണ്ണപ്പെട്ട കടകളുണ്ടായിരുന്നു, വാഹനങ്ങളുണ്ടായിരുന്നു, പരിവാരങ്ങളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. ഇന്നുപ്പ ഒറ്റയ്ക്കാണ്, ഇന്നുമ്മ ഒറ്റയ്ക്കാണ്, ആരുമില്ല, അവരൊറ്റയ്ക്കാണ്. നാളെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എൻ്റെ സമ്പത്തും എൻ്റെ കുടുംബവും ഒക്കെ വിട്ടെറിഞ്ഞിട്ട് ഈ 6 അടി മണ്ണിൻ്റെ അടിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടതാണെന്നുള്ള ചിന്ത ഉണ്ടാകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കണമേ എന്ന് നമ്മളോട് കൽപ്പിച്ചത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുരിൽ ഖുബൂറ, താങ്കൾ ഖബർ സന്ദർശിക്കുക. തദ്കുർ ബിഹൽ ആഖിറ, അതുകൊണ്ട് ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. വഗ്സിലിൽ മൗത, മരണപ്പെട്ടവരെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം. ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ, ജീവനില്ലാത്ത നിശ്ചലമായ ശരീരത്തെ കുളിപ്പിക്കുക, അതിനെ മയ്യത്ത് കുളിപ്പിക്കുക. മൗഇളത്തുൻ ബലീഗ, അതൊരു ശക്തമായ ഉപദേശമാണ്. ഒന്നാലോചിച്ച് നോക്കിൻ, നമ്മുടെ സഹോദരൻ അല്ലെ നമ്മളുടെ ഉപ്പ മരിച്ചു കിടക്കുന്നു, കുളിപ്പിക്കാൻ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഉപ്പയാണ് ഈ കിടക്കുന്നത്, ഉമ്മയാണ് ഈ കിടക്കുന്നത്, അല്ലെ സഹോദരനാണ് ഈ കിടക്കുന്നത്. കുളിപ്പിക്കുന്ന അവസ്ഥ, ഇന്നലെ വരെ അവർ സ്വന്തം കുളിച്ചു, അവരുടെ ഔറത്ത് സ്വന്തം അവർ മറച്ചു, അവരുടെ രഹസ്യങ്ങൾ, അവരുടെ ന്യൂനതകൾ അവർ സ്വന്തം പരിഹരിച്ചു. എല്ലാത്തിനും കഴിവുള്ളവർ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കുന്നു. നാളെ ഞാനും ഇതേപോലെ ഒന്നിനും കഴിയാതെ, ചലിക്കാൻ കഴിയാതെ, ഒരു കപ്പ് വെള്ളം എടുത്തൊഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നെയും ഇതേപോലെ കിടത്തും, ഞാനും ഇതേപോലെ കിടക്കും. മൗഇളത്തുൻ ബലീഗ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വസല്ലി അലൽ ജനായിസി, മയ്യത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. ലഅല്ല ദാലിക അയ്യുഹസിനക, ചിലപ്പോ അങ്ങനെ മയ്യത്ത് നമസ്കരിപ്പിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ദുഃഖമുണ്ടാവും. കാരണം താങ്കളുടെ പ്രിയപ്പെട്ട ആളാണ് മുമ്പിൽ ജനാസയായി മയ്യത്തായി നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് താങ്കൾ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി നമസ്കരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ സഹോദരനോ മക്കളോ ഭാര്യ ആരുമാകാം. ലഅല്ല ദാലിക അയ്യുഹസിനക, താങ്കളെ വിഷമിപ്പിച്ചേക്കാം. ഫഇന്നൽ ഹസീന ഫീ ളില്ലാഹ്, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലിലാണ് ദുഃഖിതരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യതഅറദു കുല്ല ഖൈരിൻ, സർവ്വ നന്മകളും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വാപ്പ മരിക്കുമ്പോൾ, അല്ലെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ ഏറ്റവും അർഹം അവരുമായി രക്തബന്ധമായി ഏറ്റവും അടുത്ത ആളാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു ട്രെൻഡ് എന്ന് വേണേൽ പറയാം. ആരെങ്കിലും ഏതെങ്കിലും തെറിച്ച ബന്ധമായിരിക്കും, എവിടെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. ആൾ വന്നിട്ട് പറയും ഞാൻ നമസ്കരിപ്പിച്ചോളാം. നമുക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്. നമസ്കരിപ്പിക്കുമ്പോൾ തെറ്റിപ്പോകുന്നു, തക്ബീറുകൾ കൂടിപ്പോകുന്നു. പുറകിൽ നിൽക്കുന്നവർക്ക് ആ തക്ബീറിൻ്റെ ഇടകളിലുള്ള ദുആകൾ പറയാനോ ഫാത്തിഹ ഓതുവാനോ ഒരു സമാധാനത്തിൽ അവസാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഭൗതിക ശരീരം ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ അവസാനത്തെ അമലതാണ്. ഒരനുഭവം, മയ്യത്തടക്കാൻ 1 മണിക്കൂറേ ഉള്ളൂ. ഇനി ഒരാൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ചൊന്ന് വോയിസ് ഇട്ടതാ, ഞാൻ ഒന്ന് പഠിക്കട്ടെ. ഇപ്പോഴാണ് പഠിക്കുന്നത്. 10-60 വർഷം വളർത്തി വലുതാക്കി ഉപ്പ മരണപ്പെട്ട് കിടക്കുന്നു. 1 മണിക്കൂറേ ഉള്ളൂ ഇനി അടക്കാൻ. ആ സമയത്ത് വാട്സപ്പിൽ വോയിസ് അയച്ചു കൊടുക്കുക. എത്രയോ സമയം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയി പഠിക്കാനുള്ള അവസരം. സ്വന്തം ഉപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ ഏറ്റവും അർഹൻ സ്വന്തം മകൻ തന്നെ. പക്ഷെ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ചുമ്മാ കയറി നിന്നിട്ട് ബാക്കിയുള്ളവരുടെ നമസ്കാരം കൂടി ബാത്തിലാക്കുന്ന, അല്ലെങ്കിൽ ആ മയ്യത്ത് നമസ്കാരം കൂടി ഇല്ലാതാക്കുന്ന രീതിയല്ല.
മയ്യത്ത് നമസ്കരിക്കാൻ അർഹൻ പള്ളിയിൽ അല്ലെങ്കിൽ ആ ആ നാട്ടിലുള്ള ഖാദിയാണ്. ഉത്തരവാദിത്തപ്പെട്ട മഹലിന്റെ ഇമാമോ അല്ലെങ്കിൽ അറിയപ്പെട്ട ആ മഹലിലെ ഖാദിയാണ് നമസ്കരിക്കണ്ടേ. ഇനി ഈ മയ്യത്തിന്റെ ബന്ധു ആരെങ്കിലും നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഖാദിയുടെ അനുവാദം വായിക്കണമെന്നാണ് ശറഅന്റെ നിയമം. ചുമ്മാ ഏതെങ്കിലും അടുത്ത ബന്ധു അല്ല അയൽവാസിയോ അല്ലെ പഠിപ്പിച്ചതിന്റെ ബന്ധുവോ അങ്ങനെ എന്തെങ്കിലും ബന്ധം പറഞ്ഞിട്ട് അവരോരുത്തർ വന്ന് നമസ്കരിക്കുക. മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കണം. അത് പഠിക്കാതെ നമ്മൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നമ്മൾ തയ്യാറാവരുത്. പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ചിലർ 5 തക്ബീറുകൾ പറഞ്ഞു പോവും. ചിലപ്പോൾ മക്കൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ മാനസികമായ വിഷമം ഉണ്ടാകും. അതുകൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കും. കാരണം സ്വന്തം പിതാവ് മരണപ്പെട്ടു പോകുന്നു, വേർപിരിഞ്ഞു പോകുന്ന ഈ അവസ്ഥയിൽ അവർക്ക് സ്വന്തമായി നിന്ന് നമസ്കരിപ്പിക്കാനുള്ള ഒരു മാനസിക ശേഷി ഇല്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കും. ഏൽപ്പിക്കുന്ന ആൾ അതിന് അനുയോജ്യനാണോ അർഹനാണോ എന്ന് നോക്കണം നമ്മൾ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നിർവഹിച്ചോളും. അപ്പോൾ മയ്യത്ത് നമസ്കാരം അത് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരുടേതാകുമ്പോൾ വിഷമം ഉണ്ടാകും. ആ വിഷമം ഉണ്ടാകുന്നവർക്ക് അള്ളാഹുവിൻ്റെ തണലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി നമ്മൾ ചിന്തിക്കണം. സൃഷ്ടിശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണബോധത്തെ എപ്രകാരമാണ് എന്ന് കണ്ടതെന്ന് ഹദീസിൽ ആദ്യം വായിക്കപ്പെട്ട ഹദീസിലുണ്ട്. പ്രവാചകൻ വെപ്രാളപ്പെട്ടാണ് ആ ഖബറിൻ്റെ അരികിലേക്ക് പോയത്. മഹാന്മാർ മരണത്തെക്കുറിച്ച് അധികമായി ഓർക്കുമായിരുന്നു. ഒരല്പം പോലും മരണത്തിൻ്റെ സ്മരണ തങ്ങളിൽ നിന്നും വിട്ടുപോകരുതെന്ന് അവർ വളരെ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. റബീഉ ഇബ്നു ഖൈസം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ തൻ്റെ വീടിൻ്റെ വളപ്പിൽ ഒരു ഖബർ ഇങ്ങനെ കുഴിച്ചു വെച്ചു. നാട്ടിൽ അത് ചർച്ചയായി. പൊതു ശ്മശാനം അല്ലെങ്കിൽ മഹലിന്റെ കീഴിൽ ഉള്ള ഖബർ ഉള്ളതിനോട് കൂടി അടക്കാനുള്ള സൗകര്യം ഉള്ളതിനോട് കൂടി വീട്ടിൽ ഒരു ഖബർ ഇങ്ങനെ കുഴിച്ചു വെച്ചതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിൽ നിന്നും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. ഖബർ കുഴിച്ച് അതിൽ ഇറങ്ങിയിരുന്ന് ഖുർആൻ ഓതിയ മഹദികൾ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിനാണ് മരണത്തെക്കുറിച്ച് അവർക്ക് എപ്പോഴും ചിന്ത ഉണ്ടാകണം? കാരണം മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഭയാനകതകൾ അത് അതീവ കഠിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൂടുതൽ താക്കീതുകൾ നൽകിയിട്ടുണ്ട് അതിന്. മരണശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ യഅലമുൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചെങ്ങാനും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ അകല അകലതൻ വലാ ശരിബ ശുർബതൻ, ഒരിറക്ക് വെള്ളമോ ഒരു പിടി ആഹാരമോ അവൻ ഇറങ്ങുമായിരുന്നില്ല. ഇല്ല വഹുവ യബ്ഖി വയദ്രിബു സദ്റഹു, അവൻ പൊട്ടിക്കരഞ്ഞ് അട്ടഹസിച്ച് നിലവിളിച്ചിട്ടല്ലാതെ. മരണത്തിന് ശേഷമുള്ള അദാബുകളെക്കുറിച്ച് ശിക്ഷകളെക്കുറിച്ച് ഒരുവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനുണ്ടാകുന്ന അവസ്ഥ ഇതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനെയാണല്ലോ. ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഒരുവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഒരുതരം നാടുകടത്തലാണ്. അവൻ്റെ സ്വത്ത് തട്ടിയെടുത്ത്, അവൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത്, അവൻ്റെ മക്കളെ തട്ടിയെടുത്തു, അവൻ സർവ്വ സമ്പാദിച്ചു വെച്ച മുഴുവൻ വസ്തുക്കളെയും തട്ടിയെടുത്തിട്ട് അവനെ നാടുകടത്തി. നിനക്ക് ഈ നാട്ടിൽ ഇനി താമസിക്കാൻ പറ്റുകയില്ല, നിൽക്കാൻ അവകാശമില്ല, നീ പള്ളിക്കാട്ടിൽ പോയി കിടന്നു. ഒരുതരം നാടുകടത്തലാണെന്ന് ഇമാം ഗസാലി റഹ്മഹുല്ലാ. അതുകൊണ്ട് ഖബറിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോഴും ഭൗതികമായ രസങ്ങളും പാട്ടും രസങ്ങളും നല്ല വിഭവങ്ങളായ വായ്ക്ക് രുചിയേറുന്ന വ്യത്യസ്തമായ ഭക്ഷണങ്ങളുമൊക്കെ കഴിച്ച് ലയിച്ച് സുഖിച്ച് രസിച്ച് രമിച്ച് ഇങ്ങനെ ആനന്ദിച്ച് ഭൗതികതയിൽ ഇങ്ങനെ മുഴങ്ങി ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല മുഅ്മിന്റെ ജീവിതം. അവൻ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതാൻ, മഗ്‌രിബിന് ശേഷം ഓതാൻ നമ്മളോട് കൽപ്പിച്ചത് എന്തിനാ? സൂറത്തുൽ മുൽക്ക് ഓതുന്നവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും കാവലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരായത്തുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഭൗതിക ലോകത്ത് നന്മകൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു നൽകിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ രസിച്ച് സുഖിച്ച് തീർക്കാനുള്ളതല്ല.
വിശ്വാസിയെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അവർക്ക് ഇനി ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് തയ്യാറെടുക്കാനുള്ള അവസരമാണ് ഭൗതികമായ. അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവൻ, റസൂലിനെ അംഗീകരിക്കാത്തവൻ, റസൂലിനെ ചീത്ത വിളിക്കുന്നവൻ, ദീനിനെയും പരിശുദ്ധ ഖുർആനെയും അവഹേളിക്കുന്നവനും സമൂഹ മാധ്യമത്തിലൂടെ ചീത്ത വിളിക്കുന്നവനും ഒന്നും അല്ല ഇത്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും 5 നേരം നമസ്കരിക്കുകയും ചെയ്യുന്നവനോടുള്ള താക്കീതാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഖബറിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖബർ എന്ന് കേട്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു എന്ന് താരീഖിന്റെ കിതാബിൽ കാണാം, ഹദീസിന്റെ കിതാബിൽ കാണാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും ഈ കരച്ചിൽ താങ്കളിൽ ഉണ്ടാകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം കരയുന്നത് ഇത്ര? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്നുള്ളത് ആഖിറത്തിന്റെ ആദ്യത്തെ കവാടം, ആദ്യത്തെ ഭവനമാണ്. ഫഇൻ നജാ മിൻഹു, ആ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ ഫമാ ബഅദു ഐസറു മിൻ, അതിനുശേഷമുള്ള എല്ലാ കടമ്പകളും അവന് എളുപ്പമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇല്ലം യൻജു മിൻഹു, ആ ഖബറിൽ അവൻ പരാജയപ്പെട്ടു പോയാൽ ഫമാ ബഅദു അശദ്ദു മിൻഹു, അതിനുശേഷമുള്ള ഓരോ കടമ്പകളും അവന് കഠിനമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭയാനകത നിറഞ്ഞ ഒരു കടമ്പയും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. സത്യവിശ്വാസിയായിക്കൊള്ളട്ടെ അവിശ്വാസിയായിക്കൊള്ളട്ടെ, ഖബറിന്റെ ആ അപകടം അല്ലെങ്കിൽ ഖബറിലുണ്ടാകുന്ന ആ പ്രയാസം അതെല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായ വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത 35 വയസ്സായപ്പോൾ അദ്ദേഹം ഷഹീദായി. 5 വർഷത്തോളമാണ് അദ്ദേഹം ഇസ്ലാമിൽ ജീവിച്ചിട്ടുള്ളത്. ഈ അദ്ദേഹത്തെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജനാസയും വഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പോയപ്പോൾ ഖബർ പൂർണ്ണമായും ശരിയായിരുന്നില്ല. ആ ഖബർ ശരിയാകാനുള്ള സമയം, ആ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഖബറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടെ മുട്ടുമടക്കി ഇരുന്നതിന് ശേഷം മണ്ണിലിങ്ങനെ ഒരു വലിയ എന്തോ ചിന്തിക്കുന്ന രീതിയിൽ മണ്ണിലിങ്ങനെ കമ്പുകൊണ്ടോ കൈകൊണ്ടോ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഈ ഖബറിനൊരു വല്ലാത്ത ഞെരുക്കമുണ്ട്, സഅദിനെ പോലും അത് വെറുതെ വിടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് പോലും ഖബറിന്റെ ഒരു ഞെരുക്കം, ഒരു പിടുത്തം, ഒരമക്കം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാകുക. മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയമായി തീരുവാൻ നമ്മൾ ഈ ലോകത്ത് പണിയെടുക്കുക, അല്ലെങ്കിൽ അമൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇത് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ് നമ്മൾക്ക് അമൽ ചെയ്യാനുള്ള സ്ഥലം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ പിന്നെ ഖേദിച്ചിട്ടോ പിന്നെ ആഗ്രഹിച്ചിട്ടോ അപ്പം നമുക്ക് അവസരം കിട്ടുകയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മരണം നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു പോകും, അല്ലാഹുവേ എന്നെ ഒന്ന് തിരിച്ചു മടക്കണമേ, എന്നെ ഒന്ന് മടക്കി അയക്കണമേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷിച്ചു പോയ ആ ദുനിയാവിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കുറച്ച് അമലുകൾ കൂടി ചെയ്യാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാനുള്ള സ്ഥലവും സമയവും അള്ളാഹു നൽകിയിരിക്കുന്നത് ഇപ്പോഴാണ്. നമ്മളുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആഖിറത്തിൽ വിജയമുണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യേണ്ട സന്ദർഭമാണ് ഇത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖബർ വലിയ അനുഗ്രഹമായിരിക്കും. സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും ആ ഖബറിൽ അവന് ആസ്വദിക്കാൻ സാധിക്കും. കണ്ണത്താ ദൂരത്തോളം ആ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കും. സ്വർഗീയ അനുഭൂതികൾ അതിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കും. സുആലിന്, ചോദ്യം ചെയ്യലിന് മറുപടി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് നൽകും. അവന് തൃപ്തിപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഖബറിൽ അള്ളാഹു നൽകുമെന്ന്
ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ആരെങ്കിലും അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും അങ്ങനെ അവന് മരണം വരികയും ചെയ്താൽ ആ മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഖബറിൽ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ, നീ ഭയപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള സന്തോഷ വാർത്ത അവൻ അറിയിക്കുന്നതാണ്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെ കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അവിശ്വാസികൾക്ക് ഖബറിൽ ഉണ്ടാകുന്ന ശിക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു ഹദീസിൽ കാണാം, ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖൈല, അഹങ്കാരത്തോടു കൂടി ഈ ലോകത്ത് ജീവിച്ചവൻ, ധിക്കാരത്തോടെ ദാഷ്ട്യത്തോടെ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാതെ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും തള്ളിപ്പറഞ്ഞും തെറി പറഞ്ഞും അതിനെ സമൂഹത്തിൽ ആ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ഇളിഭ്യനാക്കി നാണം കെടുത്തിക്കൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ജീവിച്ചവൻ, അവൻ അങ്ങനെ അഹങ്കാരത്തിൽ ജീവിക്കുമ്പോൾ ഖുസിഫ ബിഹി, അവന് പെട്ടെന്ന് മരണം വരും, അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും. ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ, ആ ഭൂമി ആ ഖബറിൽ അവൻ മുങ്ങി ശിക്ഷയിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നരകത്തെ അവന് കാണിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അന്നാറു യുഅറളൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔൻ അശദ്ദൽ അദാബ്. സൂറത്തുൽ ഗാഫിറിൽ അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്, താക്കീത് നൽകുകയാണ്. അന്നാറു യുഅറളൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ മുമ്പിൽ അവൻ ചെന്ന് കിടക്കേണ്ട നരകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിച്ചും വെളിവാക്കുന്നതാണ്. വയൗമ തഖൂമു സ്സാഅതു, അന്ത്യദിനത്തിൽ അദ്ഖിലൂ ആല ഫിർഔൻ, ഫിർഔന്റെ ആൾക്കാരോടൊപ്പം ഫിർഔന്റെ ആൾക്കാരെ പോലെ അവനെ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുകയും അശദ്ദൽ അദാബ്, കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് നൽകിയ ഈ ആയുസ് അള്ളാഹുവിനെ കുറിച്ച് അധികമായി ചിന്തിക്കുകയും അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിക്കുകയും ഈമാനോടുകൂടി ജീവിക്കുകയും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരണപ്പെടുവാനുള്ള അമലുകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈക്ക് അപകടം സംഭവിച്ച് ICUവിൽ കഴിയുന്ന അമീസ് 21 എന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ. മരണപ്പെട്ട് 3 വർഷമാകുന്ന റസിയ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുക. മരണപ്പെട്ടു പോയ റിദ്വാൻ ഹാരിസ് എന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ട്. സുഖമില്ലാതെ ICUവിൽ കഴിയുന്ന ഷാജഹാൻ എന്ന സഹോദരന് വേണ്ടി ദുആ. സുഖമില്ലാതെ കഴിയുന്ന മാഹിൻ എന്ന സഹോദരന് വേണ്ടി ദുആ. മരണപ്പെട്ട് 1 വർഷമാകുന്ന പള്ളിത്തെരുവ് നബീസ അഷ്റഫ് എന്ന സഹോദരിക്ക് വേണ്ടി, മകളുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ അസുഖം മാറുന്നതിനും പ്രയാസങ്ങൾ മാറുന്നതിനും സൽസന്ധാനങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ. 1-2 കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, കേരള ഗവൺമെൻറ് സർവീസുകളിലെ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും വേണ്ടി മണക്കാട് വലിയപള്ളി ഇഖ്റ ഇസ്ലാമിക് അക്കാഡമിയും ചേർന്ന് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നാളെ 8/11/2025 ശനിയാഴ്ച രാവിലെ 9 മുതൽ 11 മണി വരെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നാളെ 11 മണി വരെയാണ്. ഇൻഷാ അല്ലാഹ് 9 മണി മുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരിക്കും. ജോലിക്ക് ആഗ്രഹിക്കുന്ന PSC, അതേപോലെ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ, അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. രണ്ടാമതൊരു വിഷയം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ SIR നടപ്പിലാക്കുന്നതിന് BLOമാർ വീടുകളിൽ എത്തിത്തുടങ്ങി. അവർ തരുന്ന ഫാറത്തിൽ എല്ലാം കൃത്യമായി തന്നെ നമ്മൾ പൂരിപ്പിച്ച് നൽകുക. മറ്റ്
സംസ്ഥാനങ്ങൾ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആധാർ കാർഡ് മാത്രം നമ്മളൊരു രേഖയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് കേട്ടോ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, മറ്റ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ രേഖയായിട്ട് സൂക്ഷിച്ചു വെക്കുകയും അത് വരുമ്പോൾ കൃത്യമായ നിലയിൽ അത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലകളിൽ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർ 2002 എവിടെയാണോ വോട്ട് ചെയ്തത് അവിടെയുള്ള ലിസ്റ്റ് ആയിരിക്കും. 2002 നമ്മളിപ്പം ഇവിടെ ഉണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പോയി വോട്ട് ചെയ്തത് അവിടെ ആയിരിക്കും നമ്മുടെ ലിസ്റ്റ് ഉള്ളത്. മനസ്സിലായില്ലേ? അവിടെ പോയി പേര് നമ്മൾ നോക്കി കണ്ടെത്തുകയും അവിടെ ചെന്ന് ആ രേഖ നോക്കി നമ്മൾ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആധാർ ഒഴികെയുള്ള രേഖകൾ എല്ലാം കൃത്യമായി വെക്കുക. ആധാർ പരിഗണിക്കപ്പെടുന്നില്ല, അത് ഏറ്റവും ലാസ്റ്റ് പരിഗണിക്കപ്പെടുന്ന ഒരു രേഖയാണ് ആധാർ. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങളെല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക, വളരെ സാധാരണ നമ്മുടെ ഇടയിൽ വോട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നു. പക്ഷേ ഇതങ്ങനെ കാണരുത്, നമ്മൾ ഗൗരവമായി എടുക്കുകയും പ്രത്യേകിച്ച് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ മക്കളോ കുടുംബാദികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കാര്യഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിപ്പം നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറിയേക്കുകയാണ്. കാരണം അങ്ങനെയായിപ്പോയി. അള്ളാഹു എല്ലാം നമുക്ക് അനുകൂലമായ നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ജുമുഅ നമസ്കാരത്തിന് ശേഷം മയ്യത്ത് നമസ്കാരമുണ്ട്. പെണ്ണാണ് മയ്യത്ത്, നസ്രിൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.